വൈവ. ഹായ് എവ്രി വൺ. അപ്പോൾ ഞാനും ഡിജയും കൂടെ മ്യൂണിക്കിൽ നിന്നും ഒരു ട്രിപ്പ് പോവാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ ഹണിമൂണാണ്. ഇത് ഡിസംബറിൽ സ്വിറ്റ്സർലാൻഡിലേക്ക് ഞങ്ങൾ പോയ ഞങ്ങളുടെ ഹണിമൂണാണ്. ഹണിമൂണെന്നോ ട്രിപ്പെന്നോ എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. ഒരു സാഹചര്യം കിട്ടിയപ്പോൾ ഇത് ഹണിമൂണാക്കി ഞങ്ങളങ്ങ് മാറ്റുകയാണ് ചെയ്തത്. യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ഡി ജെ പറയുന്നുണ്ടായിരുന്നു, നമുക്ക് ഇനി തൊട്ട് എപ്പോഴും ഇങ്ങനെ ട്രിപ്പ് പോകണം, ലൈഫ് ലോങ് ഹണിമൂൺ ആക്കണം എന്നൊക്കെ. നടക്കുമോ ഇല്ലെന്ന് നമുക്ക് എന്തായാലും നോക്കാം. ഞങ്ങൾ മ്യൂണിക്കിൽ നിന്ന് ഏകദേശം രാവിലെ 6 മണിക്ക് ജേർണി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. കാറിൽ ഡ്രൈവ് ചെയ്താണ് സ്വിറ്റ്സർലാൻഡിലേക്ക് പോകുന്നത്. അത്യാവശ്യം സമയം എടുക്കുന്ന ഒരു ഡ്രൈവാണ്. മ്യൂണിക്കിൽ നിന്ന് ഞങ്ങൾ ഫസ്റ്റ് പോകുന്ന സ്ഥലം ലൂസേൺ എന്ന് പറയുന്ന സിറ്റിയിലോട്ടാണ്. അത് ഏകദേശം ഒരു 4-4.5 മണിക്കൂറത്തെ ഡ്രൈവ് ഉണ്ട്. നമ്മൾ സ്വിസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഓസ്ട്രിയയിൽ ചെറിയൊരു പോർഷൻ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു സ്പെസിഫിക് റോഡിൽ കൂടെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി മാത്രം ടോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. സ്വിസ്സിൽ നമ്മൾ വിനിയറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം എടുക്കണം. അത് ബേസിക്കലി ടോളാണ്. ഈ സ്കൈ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ. ഞങ്ങൾ രാവിലെ വെളുപ്പിനെ സൺറൈസിന് മുന്നേ സ്റ്റാർട്ട് ചെയ്ത ജേർണിയാണ്. ഇപ്പം അതാ സ്കൈ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഞാൻ എഗെയിൻ ഇരുന്നിട്ട് സ്ട്രേഞ്ചർ തിങ്സ് സ്കൈ എന്ന് പറയുന്നുണ്ടായിരുന്നത് ഡിസംബറിൽ എടുത്ത വീഡിയോസാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഏകദേശം ഒരു 8:30-9 മണി ആയപ്പോഴേക്കും ഓസ്ട്രിയയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആ ബോർഡർ കടക്കാൻ വേണ്ടി ഒരു 9:30 ആയപ്പം ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുത്തെ മക്ഡൊണാൾഡ്സിൽ ഒരു ബ്രേക്കൊക്കെ എടുത്ത് ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. എന്തുകൊണ്ടാണ് അത് ആംബുലൻസിന് പോകാൻ വേണ്ടി. ആംബുലൻസ് പോകും? ബാക്കിൽ നിന്നോ ഫ്രണ്ടിൽ നിന്ന് എവിടുന്ന് പോകും? നടുക്കൂടെ പോവും. വൈവ. റോഡിൽ ചെറിയ ആക്സിഡൻറ്റ് നടക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ രണ്ട് സൈഡിലെ വണ്ടികളും സൈഡിലേക്ക് പോയിട്ട് നടുക്ക് ആംബുലൻസിന് പോകാനൊരു സ്പേസ് ആക്കണം. ഇതാണ് കേട്ടോ ഡി ജെ എന്നോട് ചോദിച്ചത്. എന്തോ ആക്സിഡൻറ്റ് കാരണം നമുക്ക് കുറേ ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ കാണിച്ചേക്കുന്ന പോയിന്റില്ലേ, അതാ കേട്ടോ സ്വിസ് ബോർഡർ. നമ്മൾ അങ്ങനെ കറങ്ങിപ്പോയാൽ സ്വിസ് കയറി, അത്ര അടുത്താണ്. ആരെങ്കിലും ഇങ്ങനെ റോഡ് ത്രൂ ട്രാവൽ ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആവേണ്ട ഒരു ഏരിയ കേട്ടോ. ഞാൻ നേരത്തെ പറയാം വിനിയറ്റിൻ്റെ കാര്യവും ആ ടോളിൻ്റെ കാര്യമൊക്കെ. അല്ലെങ്കിൽ നമ്മൾ ഓസ്ട്രിയയിൽ എഗെയിൻ ഭയങ്കര ഫൈൻ കൊടുക്കേണ്ടി വരും. എന്തായാലും ഞങ്ങൾ ബോർഡറിൻ്റെ അടുത്തെത്തിയപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ സ്വിസ്സിലോട്ട് കയറുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സ്വിസ് എന്ന് ഒരുപാട് നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളൂ. ഞാൻ ഫസ്റ്റ് ടൈമാണ് സ്വിറ്റ്സർലൻഡിൽ പോകുന്നത്. ഞാനും ഡി ജെയും ഫസ്റ്റ് ടൈമാണ് സ്വിസ്സിൽ പോകുന്നത്. ഇത് ബോർഡറാണ് കേട്ടോ. ഈ അണ്ടർഗ്രൗണ്ട് ബ്രിഡ്ജ് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഒരു ടോളുള്ള സ്ഥലത്തേക്കാണ്. ഇവിടെ ബോർഡറിൽ കാര്യമായിട്ട് ചെക്കിംഗ് ഒന്നുമില്ലായിരുന്നു. ബേസിക്കലി ഒട്ടും തന്നെ ചെക്കിംഗ് ഞങ്ങൾ ആരെയും ചെക്ക് ചെയ്യുന്നത് കണ്ടില്ല, ഞങ്ങളെയും ചെക്ക് ചെയ്തില്ല, നമുക്ക് പോകാമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഷെങ്കൻ വിസ ഹോൾഡേഴ്സാണ്. അതുകൊണ്ട് സ്വിസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് സ്പെഷ്യൽ വിസയുടെ ആവശ്യമൊന്നുമില്ലായിരുന്നു. ഇവിടെ രണ്ട് കൺട്രിയുടെ ബോർഡേഴ്സ് തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. ഓസ്ട്രിയയിൽ പോയപ്പോഴായാലും ഡെൻമാർക്കിലും നെതർലൻഡ്സിലും ഒക്കെ പോയിട്ടുണ്ട്. ഞങ്ങൾ റോഡിൽ, അതായത് കാറിൽ ഡ്രൈവ് ചെയ്ത് പോയിട്ടുണ്ട്. ഒരു ഭയങ്കര ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ബോർഡർ ചെക്കിങ് ഡെൻമാർക്കിൽ പോയപ്പോൾ മാത്രമാണ് കണ്ടിട്ടുള്ളത്. നമ്മളുടെ അടുത്ത് വിസയുണ്ടോ പാസ്പോർട്ട് ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. എന്തായാലും നമ്മൾ സ്വിസ്സിൽ കയറി. ഇതാ നേരെ കാണുന്നത് സ്വിസ് ആൽപ്സ് ആണ്. പണ്ട് സ്കൂളിൽ ബുക്കിൻ്റെ കവേഴ്സിലൊക്കെ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് നേരിട്ട് കാണുന്നത്. ഇത് സിമിലർ വ്യൂ ജർമ്മനിയിലും ഉണ്ട് കേട്ടോ. ഇത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള വ്യൂ ഒന്നും അല്ല, എന്നാൽ പോലും ഇത് സ്വിസ്സിൽ നിന്നാണല്ലോ കാണുന്നതെന്ന് ഓർക്കുമ്പം ഞാനും ഡി ജെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ട് ഈ ഡ്രൈവ് ഭയങ്കര എൻജോയ് ചെയ്തു. ഏർലി ഡിസംബർ ആയിരുന്നു. അത്ര സ്നോയിങ് ആയിട്ടുള്ള ഡേയ്സിലല്ല ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഞാൻ ഭയങ്കര സിക്കായിരുന്നു. ഈ ട്രിപ്പിൻ്റെ 1 വീക്ക് മുന്നേ ഞാൻ ഭയങ്കര സിക്കായിരുന്നു. അതുകൊണ്ട് ഭയങ്കരമായിട്ട് തണുപ്പുള്ളൊരു സമയത്ത് പോകണ്ടെന്ന് എനിക്കുണ്ടായിരുന്നു. എന്നാലും തണുപ്പുണ്ടായിരുന്നു. ഓൾസോ എൻ്റെ ഒച്ചയടപ്പൊക്കെ ആ സമയത്ത് റിയൽ ഓഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ടോ, ഈ മലയുടെ അടിയിലൊക്കെ കുഞ്ഞു കുഞ്ഞു വീടുകൾ. സ്വിസ്സിൽ ഒരുപാട് ടണൽസ് ഉണ്ട്. ഇതിൽ എല്ലാ ടണൽസും ഞാൻ കാണിക്കുന്നില്ല, ഒരെണ്ണം മാത്രം കാണിക്കാമെന്ന് ഓർത്തു. അതുപോലെ ടണലിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്ന പാടെ സ്പീഡ് ലിമിറ്റൊക്കെ മാറും. ജർമ്മനിയിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു ഇവിടുത്തെ ട്രാഫിക് റൂൾസൊക്കെ. ഞങ്ങളങ്ങനെ ഡ്രൈവ് ചെയ്ത് ലൂസേൺ എത്താനായി. പല ടൈപ്പ് വെതറിലൂടെ കടന്നുപോയി കേട്ടോ. അതായത് സണ്ണി, ലൈറ്റ്ലി ഫോഗി ഒക്കെ ആയിട്ടുള്ളത്. ഇത് ലൂസേൺ സിറ്റി എത്തി. അപ്പം നോക്കുമ്പോൾ ഇന്ത്യയുടെ ഫ്ലാഗ്. അന്നേരപ്പം അതെന്താ നോക്കിയപ്പോഴും മനസ്സിലായത് അതൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. ഇത് സ്വിസ്സിലത്തെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതായത് ഏതെങ്കിലും രാജ്യത്തിൻ്റെ റെസ്റ്റോറൻറ്റ് അവിടെ ഉള്ളെങ്കിൽ അവർ ആ കൺട്രിയുടെ ഫ്ലാഗ് അവിടെ വെക്കും. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ അത് മനസ്സിലാക്കാൻ പറ്റും. ഇത് ജർമ്മനിയിലുള്ള ഒരു സംഭവമല്ല, ഫ്ലാഗ് ഇങ്ങനെ തൂക്കിയിടാറൊന്നുമില്ല. ഞങ്ങളങ്ങനെ ലൂസേൺ എത്തി. ഇതാണ് കേട്ടോ ലൂസേൺ ലേക്ക്. ഇവിടെ ഈ കാണുന്ന ഒരു ചെറിയ ബ്രിഡ്ജുണ്ട് ആൾക്കാർക്ക് നടക്കാൻ വേണ്ടി. അത് ക്രിസ്മസ് ഡെക്കോറായിട്ട് അങ്ങനെ ആ പച്ച സംഭവം വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് ചാപ്പൽ ബ്രിഡ്ജ്. ഇതാണ് ലൂസേണിൻ്റെ സ്പെഷ്യാലിറ്റി. ഇത് ഓൾഡ് ടൗൺ ടു ന്യൂ ടൗൺ കണക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതായത് ബ്രിഡ്ജിൻ്റെ റൈറ്റ് സൈഡ് ന്യൂ ടൗണും ലെഫ്റ്റ് സൈഡ് ഓൾഡ് ടൗണും.
അതായത് ടൗൺ കൺസ്ട്രക്ട് ചെയ്ത രീതിയൊക്കെ ബേസ് ചെയ്തിട്ടാണ് അവർ പറയുന്നത്. ഈ ബ്രിഡ്ജിൽ ചെറിയ ലൈറ്റ്സ് ഉണ്ട് കേട്ടോ മുകളിൽ. ഇത് പറ്റുന്നത്രയും ഇരുട്ടത്ത് കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഏറ്റവും ഇരുട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന സമയത്ത് ഞാൻ പോയി നോക്കി, പക്ഷേ ആ ലൈറ്റ് അത്രമാത്രം തിരിയുന്നില്ല. എങ്ങനെയുണ്ട് ഹണിമൂൺ വന്നിട്ട്? എന്താ അടിപൊളി? ലേക്ക് രസമില്ല, കുറച്ചുകൂടെ വെട്ടം വേണമായിരുന്നു അല്ലേ? നല്ല തണുപ്പുണ്ട്. DJ അങ്ങനെ അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അത് അവൻ്റെ ഫേവറേറ്റ് ഹോബിയാണ്. ഈ എടുത്ത ഫോട്ടോസിൽ ഒരെണ്ണമായിരിക്കും കേട്ടോ ഈ വീഡിയോയുടെ തംബ്നെയിലായിട്ട് വരുന്നത്. ഞങ്ങൾ അങ്ങനെ ഈ ചാപ്പൽ ബ്രിഡ്ജിൽ കയറി നടക്കാമെന്ന് വിചാരിച്ചു. ഇത് സ്പ്രിങ് അല്ലെങ്കിൽ സമ്മറിൽ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഈ സീസൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ. പിന്നെ സ്നോ വീണ് കിടക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയേനെ. ഇപ്പം ഇതൊന്നും അല്ലാത്തൊരു ദിവസം അത് കാണാൻ ഭയങ്കര എക്സൈറ്റിംഗ് അല്ലെന്ന് എനിക്കറിയാം. ബട്ട് ഇതിന് ഒരുപാട് ഹിസ്റ്ററി ഉള്ളൊരു ബ്രിഡ്ജാണ്. പിന്നെ ഈ ബ്രിഡ്ജിൻ്റെ മുകളിലും സൈഡ്സിലും ഒക്കെ ഒരുപാട് പെയിൻറ്റിങ്സ് വെച്ചിട്ടുണ്ട്. ഈ മോളിൽ കാണുന്ന കേട്ടോ ഞാൻ പറഞ്ഞ പെയിൻറ്റിങ്സ്. ഈ പെയിൻറ്റിങ്സ് ഈ ബ്രിഡ്ജിൻ്റെ വളരെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് എല്ലാവരും പറയാറുള്ള ഒരു കാര്യമാണ്. പിന്നെ സമ്മർ ആകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ സൈഡിൽ കുറേ ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ടായിരിക്കും ഇങ്ങനെ ഈ സൈഡ് ബ്രിഡ്ജിൽ തൂക്കിയിട്ട്. അത് കാണാൻ അടിപൊളിയാണ്. പിന്നെ ഇത് നേരെ കണക്ട് ചെയ്യുന്നൊരു വാട്ടർ ടവറാണ്. റൈറ്റ് സൈഡിൽ ചെറിയൊരു ബിൽഡിംഗ് കണ്ടില്ലേ, അതാണ് വാട്ടർ ടവർ. അവിടെ അതിൻ്റെ ഉള്ളിൽ കഫേസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ആ വാട്ടർ ടവർ പോയി കാണാം, പക്ഷെ ഞങ്ങൾ കണ്ടില്ല. ഞങ്ങൾ സ്വിസ്സിൽ അങ്ങനെയല്ല, സ്വിസ് എന്നല്ല, ഹണിമൂൺ പോകണോ വേണ്ടയോ എന്നുള്ള കുറേ നാളത്തെ സംശയത്തിന് ശേഷം ഞാൻ ഹണിമൂൺ എന്നുള്ള കാര്യം തന്നെ മറന്നായിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞു കാണുമായിരിക്കും. അതായത് DJക്ക് ടൈമും ലീവും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഹണിമൂൺ പോകണ്ടെന്ന് ഓർത്ത് എൻ്റെ മനസ്സിൽ നിന്ന് കംപ്ലീറ്റ്ലി പോയായിരുന്നു. അപ്പോഴെന്താ ആക്ച്വലി DJ ഒരു ഫ്രണ്ട് ഇങ്ങനെ യൂറോപ്പൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ആ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ വൺ ഡേ പോയിട്ട് വരാമെന്ന് ഓർത്തു. പക്ഷേ പെട്ടെന്ന് DJ പറഞ്ഞു നമുക്ക് സ്വിസ്സിൽ ഹണിമൂൺ പോയാലോ എന്ന്. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയായി. കാരണം അങ്ങനെ DJ ആയിട്ടൊരു ഹണിമൂണിന് പോകുന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. സിമ്പിൾ ട്രിപ്പാണ്. ചുമ്മാ ഇങ്ങനെ നടന്ന് ഹണിമൂൺ എന്ന് പറയുമ്പോൾ ഇത്തിരി കാര്യം ചെയ്യാനല്ല, നമ്മളിങ്ങനെ പെയറായിട്ട് അതന്നെ. അപ്പോൾ അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ക്ലീൻ വാട്ടർ, പക്ഷെ ഭയങ്കര ഡാർക്ക് ഗ്രീൻ നിറം അല്ലേ? ഭയങ്കര ഡാർക്ക് ഗ്രീൻ. ആരും കൊള്ളിച്ചത്. അപ്പം ഭംഗിയുണ്ട് കാണാൻ. ഈ ഒരു ലേക്കിനെ ചുറ്റിപ്പറ്റിയാണ് ഈ സിറ്റി ബേസിക്കലി. അവിടെ വേറൊരു ബ്രിഡ്ജ് ഉണ്ട്. ഇത് ചാപ്പൽ ബ്രിഡ്ജ്, ബട്ട് അല്ലാണ്ട് ആൾക്കാർ കമ്മ്യൂട്ട് ചെയ്യുന്നതിനും ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉള്ള വേറൊരു ബ്രിഡ്ജുണ്ട്. ഇവിടെ നടക്കാൻ മാത്രമുള്ള വേറൊരു ബ്രിഡ്ജുണ്ട്. കുഴപ്പമില്ല. ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ സൈഡിൽ കാണുന്നുണ്ട്. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്. അപ്പം ഇനി എന്തെങ്കിലും ജർമ്മൻ ഓത്തൻറ്റിക് ഫുഡ്, ജർമ്മൻ അല്ല, സ്വിസ് ഓത്തൻറ്റിക് ഫുഡ് കിട്ടുമോ എന്ന് നോക്കി കഴിക്കണം. അതാണ് പ്ലാൻ അല്ലേ? ഇന്നത്തെ പ്ലാൻ ബേസിക്കലി ലൂസേൺ ഈ സിറ്റി എക്സ്പ്ലോർ ചെയ്യുന്നതായിരുന്നു. പക്ഷേ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ മാത്രം വെതർ അത്ര പോരാ. വിൻ്റർ ആണല്ലോ, സ്നോയിങ് ഒന്നും അല്ലെങ്കിലും നല്ല തണുപ്പുണ്ട്. എനിക്ക് പനി കഴിഞ്ഞ പാടെ ആയതുകൊണ്ട് ഒത്തിരി തണുപ്പ് എക്സ്പോസ് ചെയ്യുന്ന അത്ര നല്ല ഐഡിയ ആയിരിക്കില്ല. ഇവിടുന്ന് ഏകദേശം ഒരു 30 minutes ഡ്രൈവ് ഉണ്ട് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തോട്ട്. അവിടെ പോയി ഇന്ന് ഞങ്ങൾ ഡിന്നർ ഒരുമിച്ച് ചെറുതായിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുമിച്ച് അങ്ങനെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി. പിന്നെ അത് കഴിഞ്ഞ് നാളെ ഇൻ്റർലാക്കിൻ, ഗ്രിൻഡൽവാൾഡ് ഈ 2 സിറ്റീസ് എക്സ്പ്ലോർ ചെയ്യണം. പ്ലസ് DJയുടെ ഫ്രണ്ടിനെ നാളെ മീറ്റ് ചെയ്ത് അവിടെയുള്ള ക്രിസ്മസ് മാർക്കറ്റിൽ പോകണം. ഇങ്ങനെയാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. നല്ല തണുപ്പുണ്ട്, കൈയൊക്കെ ഫ്രീസായിട്ട് നല്ല പെയിൻ. സ്നോ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ, തണുപ്പിനൊരു കുറവില്ല. ഞാൻ DJ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേ. റാത്തൗസ് ബ്രൗവറി, അങ്ങനെ പറഞ്ഞാൽ സിറ്റി ഹാളിൻ്റെ ബ്രൂവറി എന്നാണ് അർത്ഥം. ഇവിടെയൊക്കെ പണ്ട് ബിയറൊക്കെ ബ്രൂ ചെയ്യുന്ന ബ്രൂവറീസ് നിറച്ചുകൊണ്ടായിരുന്നല്ലോ. അങ്ങനത്തെ സിറ്റി ഹാളിൻ്റെ ബ്രൂവറി പണ്ടായിരുന്നു. ഇപ്പം അവരത് റെസ്റ്റോറൻ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. സൈഡിലെ വാൾസൊക്കെ വലിയ പീസ് കല്ലുകൊണ്ടൊക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഭയങ്കര പഴയ കൺസ്ട്രക്ഷനാണ്. ഇത് എത്ര ഓൾഡാണെന്ന് ചെക്ക് ചെയ്യാൻ ഞാൻ വിട്ടുപോയി. ഞാൻ ഗ്രേപ്പ് ജ്യൂസും DJ ആസ് യൂഷ്വൽ കൊക്കക്കോള ഓർഡർ ചെയ്തു. ഗ്രേപ്പ് ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷേ നല്ലൊരു ഹണി ഫ്ലേവർ. ഇഷ്ടപ്പെട്ടില്ലേ?
DJക്ക് എൻ്റെ ഗ്രേപ്പ് ജ്യൂസ് ഇഷ്ടമല്ലെന്ന്. ഞാൻ നിങ്ങളെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കാണിക്കാവേ. ജർമ്മനിയിലും സ്വിസ്സിലും, അതായത് പൊതുവെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ബിയർ ഭയങ്കര സ്പെഷ്യലാണെന്നറിയാമല്ലോ. ഇവരുടെ സ്പെഷ്യാലിറ്റിയാണ് വെറും 3 കണ്ടൻറ്റ് കൊണ്ട് ബിയർ ഉണ്ടാക്കുന്നത്. അതായത് നമ്മുടെ ബാർലി അല്ലെങ്കിൽ ഗോതമ്പ്, വെള്ളം, പിന്നെ ഹോപ്ഫ് എന്ന് പറയുന്ന ഒരു ചെടിയിൽ നിന്ന് വരുന്ന ഒരു സാധനം. ഇത് മാത്രം യൂസ് ചെയ്തിട്ടാട്ടോ ലെഫ്റ്റ് സൈഡിൽ 4 ബിയർ ഉണ്ടാക്കുന്നത്. പിന്നെ റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണുന്ന ആ 2 ടൈപ്പ് ബിയർ ആ സെയിം കോമ്പിനേഷനിലേക്ക് കുറച്ച് ഈസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. ഈ ബിയർ ഉണ്ടാക്കുന്നതൊക്കെ ഇവരുടെ ഭയങ്കര സ്പെഷ്യാലിറ്റിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പണ്ട് വിശുദ്ധന്മാരും അതായത് പഴയ ആൾക്കാരൊക്കെ ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത്, ഉപവസിക്കുന്ന സമയത്ത് അവർക്ക് കുടിക്കാൻ വേണ്ടി കണ്ടുപിടിച്ചതാണ് ബിയർ എന്നാണ് പറയപ്പെടുന്നത്. ഇത് ഉറപ്പുള്ള കാര്യമാണോ എന്ന് ഒന്നും കൂടെ നോക്കണം. പിന്നെ DJ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു അവൻ സെലിബ്രിറ്റിയാണ്, അവൻ്റെ വീഡിയോ എടുക്കുമ്പം അവന് പൈസ കൊടുക്കണമെന്നെങ്ങാണ്ട്. അതാട്ടോ അവൻ ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലൂസേണിനെ പറ്റി ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. അതായത് നടുക്കുള്ള ലേക്ക് കണ്ടില്ലേ, ആ ലേക്കിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ ബോട്ടിൽ പോകാം. ഈ സീസണിൽ പ്രത്യേകിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല, ബട്ട് സമ്മറിൽ വേണമെങ്കിൽ നമുക്ക് പെഡൽ ബോട്ട്സും റെൻറ്റിനെടുത്ത് നമുക്ക് തന്നെ പെഡൽ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. ഞാനിരിക്കുന്ന സീറ്റിൽ കൂടെ ലേക്ക് സ്റ്റിൽ കാണാമായിരുന്നു കേട്ടോ. നല്ല വ്യൂ ആയിരുന്നു. പിന്നെ ഇവിടെ DJ ഇരിപ്പുണ്ട്. ഞങ്ങൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇച്ചിരി ഒന്ന് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ കയറുന്ന വരെ വിശപ്പ് കാണത്തില്ല, പക്ഷേ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വിശന്ന് ഞാനങ്ങ് തളർന്നു പോകും. ഞങ്ങൾ ഓർഡർ ചെയ്ത് ഫുഡ് വന്നിട്ടുണ്ട്. ഈ യൂഷ്വലി ഗ്രിൽഡ് ആയിട്ടുള്ള ചിക്കൻ ജർമ്മനി കിട്ടും, അതാണ് DJ ഓർഡർ ചെയ്തത്. ഞാൻ ഫിഷ് ഓർഡർ ചെയ്തു. ഫിഷ് സൂപ്പറായിരുന്നു, എനിക്ക് ഫിഷ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവർ സ്വിസ്സിൻ്റെ ഫ്ലാഗൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ഫുഡ് സെർവ് ചെയ്യുന്നത്. എനിക്ക് ചിക്കൻ അത്ര കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഫിഷിൻ്റെ കൂടെ ചെറുതായിട്ടൊരു സ്പ്രൗട്ട്സൊക്കെ ഉള്ളൊരു സാലഡ് തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. യൂഷ്വലി ഞാനും DJ എപ്പോഴും ചെയ്യുന്നത് ഒരു ഫുഡ് ഞാൻ ഹാഫ് കഴിച്ചിട്ട് നമ്മൾ ഹാഫ് കഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഷെയർ ചെയ്യും. അപ്പോൾ നമുക്ക് 2 ഫുഡിൻ്റെയും ടേസ്റ്റ് കിട്ടുമല്ലോ. പിന്നെ ഇതാ ബ്രൂവറിയുടെ ആ ഒരു എൻട്രൻസ് പാർട്ട് വിത്ത് പെർമിഷൻ എടുത്ത വീഡിയോയാണ്. അതാണ് ബിയർ ടാങ്ക്സ്. പിന്നെ പുറത്ത് ഞങ്ങൾ കയറിയപ്പോൾ ഈ ലൈറ്റൊന്നും അവർ ഇട്ടിട്ടില്ലായിരുന്നു. ഇറങ്ങിയപ്പോഴേക്കും അവർ ലൈറ്റ്സ് ഒക്കെ ഓൺ ആക്കിയിട്ടുണ്ട്. ഭയങ്കര നല്ല വൈബായിരുന്നു. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? സത്യം എനിക്ക് ചിക്കൻ കുറച്ച് ഡ്രൈ ആയിരുന്നു. ഫിഷ് അടിപൊളി. ഒരു 10-ൽ 9, 8 to 9 കൊടുക്കാം. പക്ഷെ ചിക്കൻ ഭയങ്കര ഡ്രൈ ആയിരുന്നു. മ്യൂണിക്കിലെ ഇതിനേക്കാളും നല്ല ചിക്കൻ കിട്ടായിരുന്നു. പക്ഷെ ഈ ഓതൻറ്റിക് ഫുഡ് ട്രൈ ചെയ്യാൻ വരുന്നവർ ബീഫും പോർക്കൊക്കെ കഴിക്കുന്നവർക്ക് നല്ലതായിരിക്കും അല്ലേ. കുറേ ഓപ്ഷൻസ് കാണും. പിന്നെ നല്ല ഡെക്കോർ, ആ ബാക്ക് കാണുന്ന ആ റെഡ് കളർ നല്ല അടിപൊളി ക്രിസ്മസ് ഡെക്കറായിരുന്നു. പക്ഷേ പുറത്തേക്ക് കഴിക്കാൻ തണുക്കുന്നതുകൊണ്ട് നമ്മൾ ഉള്ളിൽ നിന്നാണ് ഫുഡ് കഴിച്ചിട്ടുണ്ട്. ലിപ്സ്റ്റിക്ക് ഫുൾ പോയി. ഓക്കെ, ഈ ക്രിസ്മസ് സീസൺ ആയാൽ എനിക്കും DJക്കും ചെസ്നട്ട് വാങ്ങിയിട്ട് ആക്കി കഴിക്കുന്ന വളരെ വലിയൊരു ഹോബിയുണ്ട്. ഇതാട്ടോ റിയൽ ചെസ്നട്ട്. ഇത് ഭയങ്കര മുള്ളുള്ള സാധനമാണ്. നമുക്കത് കൈകൊണ്ട് പിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, ഗ്ലൗസൊക്കെ വേണം. ഇതാണ് എഡിബിൾ ടൈപ്പായിട്ടുള്ള ചെസ്നട്ട്. വേറെ ടൈപ്സ് ഉണ്ട്, അത് എഡിബിൾ അല്ല. DJ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പറയുമ്പോഴേക്കും ചെസ്നട്ടൊക്കെ പൊളിച്ച് അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതിനൊരു ചക്കക്കുരു ഫ്ലേവറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്ലേവറാണ്. ഞങ്ങൾ ഈ സീസണിൽ ഏകദേശം 2-3 കിലോ ഇങ്ങനെ കിലോ കണക്കിന് വാങ്ങിയിട്ട് ചെറുതായിട്ട് വല്ലപ്പോഴും ഒക്കെ ആക്കി കഴിക്കാറുണ്ടായിരുന്നു. ഇതാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ടീഷർട്ട് മാത്രം ഇട്ടതുകൊണ്ട് അവന് നല്ലപോലെ തണുക്കുന്നുണ്ടായിരുന്നു. സോ നമ്മൾ കാറിൽ വന്ന് അവനൊരു പുളവറൊക്കെ എൻ്റെ മുകളിൽ എടുത്തിട്ടൊന്ന് സെറ്റായി. ഇനി നമ്മളൊന്ന് സിറ്റി വാക്ക് ചെയ്യും. ഞാൻ മൊത്തം സിറ്റി ഇങ്ങനെ കാണിക്കുന്നില്ല, എല്ലാവർക്കും അത് എത്രമാത്രം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് എനിക്കറിയില്ല. പിന്നെ അവിടുത്തെ എന്തെങ്കിലും ഓതൻറ്റിക് ബേക്കറി ഐറ്റംസ് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അവിടെ ഈ കാണുന്ന ക്രിസ്മസ് ട്രീ ഭയങ്കര ഹ്യൂജ് ആയിരുന്നു കേട്ടോ. എനിക്ക് ആ ഡെക്കോറും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു സിൽവർ ഗോൾഡൻ ബ്ലൂ കോമ്പിനേഷൻ ആയിരുന്നു. ലൈറ്റ് കാരണമാണ് ഭയങ്കര ഗോൾഡൻ ആയിട്ട് ഫീൽ ചെയ്യുന്ന. ഇടയ്ക്ക് സിൽവർ ഡെക്കോറും ഉണ്ടായിരുന്നു. കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ തൊട്ടടുത്ത് കണ്ട ഈ ബേക്കറിയിൽ കയറി കഴിഞ്ഞപ്പം എനിക്ക് എന്ത് കഴിക്കണം എന്നുള്ള ഭയങ്കര കൺഫ്യൂഷനായി. ഇപ്പോൾ ബേക്കറിയാണോ സ്വീറ്റ് ഷോപ്പാണോ എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. കുറേ ഡിഫറെൻറ്റ് എനിക്ക് തോന്നുന്നത് സ്വീറ്റ് ഷോപ്പാണ്. കുറേ ചോക്ലേറ്റ്സ് ആയിരുന്നു ഇവിടെ മെയിനായിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ആർക്കും ഗിഫ്റ്റൊന്നും കൊടുക്കാനില്ലാത്തതുകൊണ്ടും ആരും അത്രമാത്രം ഷുഗർ കഴിക്കാൻ ഇൻട്രസ്റ്റഡ് അല്ലാത്തതുകൊണ്ടും ഒന്നും വാങ്ങിയില്ല. ബട്ട് ഇതൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ടില്ല കാണാൻ വേണ്ടി. ഭയങ്കര ക്രിയേറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞങ്ങൾ എന്തായാലും അവിടുന്ന് കുറച്ച് മാക്രോൺസ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈയിടെ എനിക്ക് ഡെവലപ്പ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ് കേട്ടോ മാക്രോൺസ്. ഇത് ഭയങ്കര ഇതിൻ്റെ ഫ്ലേവറും ഇതിൻ്റെ ഒരു ടെക്സ്ചറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഒരു 5-6 ടൈപ്പ് സാധനം അവിടെ ഉണ്ടായിരുന്ന എല്ലാം 2 വെച്ച് വാങ്ങി ഞങ്ങൾ 2 പേരും കഴിക്കാമെന്ന് വിചാരിച്ചു. അല്ല, ഫുള്ളൊരു പേർപ്പിൾ കളർ. കഴിച്ചാൽ എങ്ങനെയുണ്ട് നോക്കാലോ.
ഹെർബൽ ടേസ്റ്റ്. ബ്ലൂബെറി യോഗേർട്ട്. നല്ല ഒറിജിനൽ ഫ്ലേവറാണ്. നല്ല. നമ്മൾ പിന്നെ സിറ്റി കൂടെയൊക്കെ നടന്ന് പിന്നെ അവിടെയുള്ള ഒരു ലോക്കൽ ക്രിസ്മസ് മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതല്ല ഇവിടുത്തെ മെയിനായിട്ടുള്ള ക്രിസ്മസ് മാർക്കറ്റ്. എന്നാലും നമ്മളൊരു ലേഡിയോട് സംസാരിച്ചപ്പം ഈ ഏരിയയിലുള്ള ക്രിസ്മസ് മാർക്കറ്റാണ് കുറച്ചും കൂടെ ഓത്തൻറ്റിക് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു. മറ്റേത് കുറച്ചും കൂടി ഇൻ്റർനാഷണൽ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓത്തൻറ്റിക് ആയിട്ടുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നു. ഓൾറെഡി ഡിസംബറിൽ പല പല ക്രിസ്മസ് മാർക്കറ്റിൽ ഞാൻ കൊണ്ടുപോയിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടു കാണുമായിരിക്കും. ഈ കാണുന്നത് ആൽമണ്ട്സും കുറേ പംകിൻ സീഡ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആട്ടോ. പല ടൈപ്പ് ഷുഗർ കോട്ടഡ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കുന്നത്. എനിക്ക് ഈ ക്രിസ്മസ് മാർക്കറ്റ് കോൺസെപ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ലോക്കലായിട്ടുള്ള ഫാമേഴ്സിനും ആൾക്കാർക്കും ഒക്കെ വന്നിട്ട് അവരുടേതായിട്ടുള്ള സാധനങ്ങൾ വിൽക്കാനൊക്കെ പറ്റുമല്ലോ. ഈ ഷോപ്സിൽ നിന്ന് കാര്യമായിട്ട് ഞാനൊന്നും വാങ്ങാറില്ലെങ്കിലും ഇങ്ങനെ കാണാനും ഇങ്ങനെ കണ്ട് നടക്കാനും എനിക്കിഷ്ടം. പിന്നെ ഇതൊരു ബ്ലൂ വൈൻ ഷോപ്പായിരുന്നേ. ഇവരിവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവർ ഇംഗ്ലീഷ്, ഇറ്റാലിയൻ, ഫ്രഞ്ച് ആൻഡ് സ്പാനിഷ് സംസാരിക്കും, യൂറോസ് ഒക്കെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത്. ആക്ച്വലി അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. ഞങ്ങൾ അവിടെ പോയിട്ട് 2 കിൻഡർ പുഞ്ച് വാങ്ങി. പക്ഷേ കിൻഡർ പുഞ്ച് അത്ര പോരായിരുന്നു. ആർട്ടിഫിഷ്യൽ ടൈപ്പ് അല്ല, പൊടിയിട്ടിട്ട് ചൂടുവെള്ളം കിട്ടുന്ന അത്ര ക്വാളിറ്റി ഇല്ല, അതാ ഉദ്ദേശിച്ചത്. കിൻഡർ പുഞ്ച്. സ്വിസ്സിലെ കറൻസി സ്വിസ് ഫ്രാങ്ക് ആണ് കേട്ടോ. അത് CHF എന്നാണ് എഴുതുന്നത്. എൻ്റെ കസിൻ സ്വിത്തിൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഫറെൻറ്റ് കറൻസീസ് ഒന്ന് കളക്ട് ചെയ്യണം അവന് കൊടുക്കാൻ വേണ്ടിയിരുന്നു. സോ അത് അവന് വേണ്ടിയിട്ട് അവിടെ നമ്മൾ യൂറോ കൊടുത്ത് വാങ്ങിയ ഫ്രാങ്ക് 10 ഫ്രാങ്ക് ആണ് കേട്ടോ. ഇത് കൺവേർട്ട് ചെയ്ത് എത്രയാണെന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പോൾ. പിന്നെ ഇവിടെ ഇങ്ങനത്തെ കുറേ ഷോപ്സ് ഉണ്ടായിരുന്നു. റിയൽ സിൽവർ ജ്വല്ലറീസ് ആണ്. സിൽവർ ക്വാളിറ്റി എന്തോ 925 എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗോൾഡൻ 916 എന്നൊക്കെ പറയുന്ന പോലെ. എനിക്ക് ഈ ഷോപ്പ് കണ്ടപ്പം ബാംഗ്ലൂരൊക്കെ നമ്മൾ ഇങ്ങനത്തെ കുറേ ഓർണമെൻറ്റ്സ് കിട്ടുന്ന ഷോപ്പിൽ പോയത് ഓർമ്മ വന്നു. അതുപോലെ ഈ പാത്രം എല്ലാ രാജ്യത്തും എല്ലാ ക്രിസ്മസ് മാർക്കറ്റിലും കാണും. ഈ നടുക്കുള്ള ആ ഒരു ഡിസൈനിൽ അത് ഭയങ്കര ഷാർപ്പാണ്. അപ്പോൾ നമ്മൾ ഗാർലിക്കും ജിഞ്ചറും ഒക്കെ ഉരച്ച് പേസ്റ്റ് ആക്കാൻ പറ്റും. ഈ കാണുന്ന ക്രിസ്മസ് മാർക്കറ്റിലുള്ള എൻട്രി കേട്ടോ, അവർ കാറൊന്നും കയറ്റാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ പണ്ട് ഇത്രമാത്രം പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് മാഗ്ഡബർഗിലുള്ള ക്രിസ്മസ് മാർക്കറ്റ് അറ്റാക്കൊക്കെ കാരണമാണ് ഇത്രയും സേഫ് ആക്കി തുടങ്ങിയത്. ഞങ്ങളങ്ങനെ ഇവിടുന്ന് പോകാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം സിറ്റിയൊക്കെ എക്സ്പ്ലോർ ചെയ്തു. ഏകദേശം 5:30-6 മണിയൊക്കെ സമയമാകുമ്പോഴേക്കും ഭയങ്കര ഇരുട്ടാണ്. പിന്നെ നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. അപ്പോൾ പാർക്കിങ്ങിൽ നിന്ന് വണ്ടി എടുത്ത് ഞങ്ങളുടെ സ്റ്റേയിലേക്ക് പോവാണ്. ഫ്രൂട്ടിക്കൻ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഞങ്ങൾ Airbnb ബുക്ക് ചെയ്തത്. ഒരു 1 hour ഡ്രൈവ് ഉണ്ടായിരുന്നു. സമയം ആക്ച്വലി വൈകുന്നേരം ഇപ്പോൾ 6 മണിയായി. എന്നാലും നല്ല കൂരാക്കൂര ഇരുട്ട് നട്ട പാതിരയുടെ ലുക്കല്ലേ. ഈ ഡ്രൈവ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നേ. അതായത് ഭയങ്കര ഫോഗി ആയിരുന്നു റോഡ് മൊത്തം. ആദ്യം ഇൻട്രസ്റ്റൊക്കെ വന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പേടി വരാൻ തുടങ്ങി. ഞങ്ങൾ വണ്ടി എടുത്തതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും ഫോഗി ആയിട്ടുള്ള സ്ഥലത്തൂടെ ഡ്രൈവ് ചെയ്യുന്നത്. മ്യൂണിക്കിൽ ഇത്ര ഫോഗി കൂടെ ഡ്രൈവ് ചെയ്തിട്ടില്ല. പിന്നെ ഈ റോഡ് ഭയങ്കര കൂളാന്ന് നോക്കിക്കേ. നമ്മൾ പോകുന്ന വഴി കൂടെ തന്നെ പിന്നെ നമ്മൾ ക്രോസ് ചെയ്യുന്നത് ഗൂഗിൾ മാപ്പിൽ കണ്ടോ. അതായത് നമ്മൾ മുകളിൽ കൂടെ പോയിട്ട് പിന്നെ താഴെ കൂടെ സെയിം റൂട്ടിൽ അണ്ടർഗ്രൗണ്ടിൽ വരുന്നുണ്ടെന്നാണ്. എന്തായാലും ഒരു 1 hour ഡ്രൈവ് ചെയ്ത് നമ്മൾ പോയി. നമ്മൾ ആക്ച്വലി ഇൻ്റർലാക്കിന് അടുത്തുള്ള ഒരു ലേക്കിൻ്റെ സൈഡിൽ കൂടെയാണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് നമ്മുടെ സ്റ്റേയുടെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ChatGPTയിൽ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പം എന്നോട് ChatGPT എന്താ പറഞ്ഞെന്നറിയോ DJ? അമേസിങ് ലേക്ക് സൈഡ് വ്യൂ ഡ്രൈവ് എന്ന്. നല്ല വ്യൂ ഉണ്ട്. ഇത് ഒരു വീട് ഡെക്കറേറ്റ് ചെയ്യുന്ന കേട്ടോ ക്രിസ്മസിന് വേണ്ടിയിട്ട്. ഇവർ എത്രമാത്രം എഫേർട്ട് ഇട്ട് എത്രമാത്രം ക്രിസ്മസിന് വേണ്ടി ഡെക്കറേറ്റ് ചെയ്യാൻ സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കിയേ. അടിപൊളിയായിരുന്നു. ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ സ്റ്റേയിലെത്തി. ഇത് Airbnb ആണ്, സെൽഫ് ചെക്കിൻ ആണ്. അവർ നമുക്ക് വണ്ടി അവിടെ പാർക്ക് ചെയ്യണമെന്നും കീ എങ്ങനെ എടുക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ഞങ്ങൾ ഉള്ളിൽ കയറി. സ്വിസ്സിലേക്ക് വന്നിട്ടുള്ളവർക്കറിയാം സ്വിറ്റ്സർലൻഡ് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. അപ്പം നമുക്ക് പാർക്കിംഗ് ഉള്ളൊരു സ്റ്റേ കണ്ടുപിടിക്കുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു, നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നത്. അതുപോലെ തന്നെ വളരെ വലിയ Airbnb ഒക്കെ വേറെ കൺട്രീസിൽ പോയിട്ട് എടുത്തിട്ടുണ്ട്, സ്റ്റേ ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്വിസ്സിൽ നമുക്ക് അത്രമാത്രം വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള സാധനം ആവശ്യമില്ല. അതുപോലെ ഓവർ എക്സ്പെൻസീവുമാണ്. പിന്നെ ഞങ്ങൾ Airbnb നോക്കിയപ്പോൾ കണ്ടത് ഒരുപാട് സ്ഥലത്ത് വാഷ്റൂമൊക്കെ ഷെയർഡായിരുന്നു. അപ്പോൾ അതിലൊന്നും എനിക്കും DJക്കും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ചെറിയ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റാണ് സെലക്ട് ചെയ്തത്. എനിക്ക് അപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വിൻഡോ ആയിരുന്നു. ഇത് തുറന്നാൽ നമുക്ക് ആ റോഡ് സൈഡിൽ സ്കൈ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും.
ഞങ്ങൾ അവിടെ നിന്ന് നോക്കിയപ്പോൾ ഷൂട്ടിംഗ് സ്റ്റാറൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറുതായിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിക്കാനായിരുന്നു പറഞ്ഞിട്ടുണ്ട്. ഞാനും DJയും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അഗെയിൻ ഫുഡ് ഈസ് ഓൾസോ വെരി എക്സ്പെൻസീവ് ഇൻ സ്വിറ്റ്സർലാൻഡ്. ഷാംപെയിൻ ആക്ച്വലി ഞങ്ങളുടെ വെഡ്ഡിങ് റിങ് വാങ്ങിയത് ക്രൈസ്റ്റ് ജ്വല്ലറി എന്നായിരുന്നു, ജർമ്മനിയിലെ. അപ്പം അവർ നീന് ട്രോഫി പിടിച്ചോണ്ടിരുന്നു. അപ്പം അവർ കല്യാണം കഴിയുന്ന സമയത്ത് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഷാംപെയിൻ തന്നിട്ടുണ്ടായിരുന്നു. ആൽക്കഹോൾ ഫ്രീ ആണ് തന്നത്. പക്ഷെ ആ സമയത്ത് ഇത് യൂസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഹണിമൂണൊക്കെ അല്ലേ, ഇത് പൊട്ടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. ഇനിയും വേറൊരു ഒക്കേഷൻ ഇതിനില്ല. അപ്പം ഷാംപെയിൻ കുടിക്കാൻ പോവാം. എന്താ സ്പാർക്ലിംഗ് വാട്ടറോ? അത്രേ ഉള്ളൂ, വലിയ ഇഫക്റ്റ് ഒന്നുമില്ല. പക്ഷെ നൈസ്. കുഴപ്പമില്ല. ഞാൻ ഡിന്നറിന് വേണ്ടിയിട്ട് പാസ്തയാട്ടോ ആക്കുന്നത്. ട്രാവൽ ചെയ്യുമ്പം നമുക്ക് ഏറ്റവും എളുപ്പം ഒരു 10-15 മിനിറ്റിൽ പണി തീരും. പാസ്ത ഉണ്ടാക്കുന്നത് ഭയങ്കര എളുപ്പമാണ്. പിന്നെ Airbnb ബുക്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കും തന്നെ ഇപ്പോൾ അറിയാമായിരിക്കും, നമുക്ക് വേണ്ട വെസൽസും എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യും. നമ്മളുടെ ഇൻഗ്രീഡിയൻസ് കൊണ്ടുപോയാൽ മതി. കണ്ടോ, എല്ലാ ടൈപ്പ് പാത്രങ്ങളും എല്ലാം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞാനെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുത്തു. ഈ പാസ്ത ഭയങ്കര യമ്മിയാണ്. ഞാൻ പിന്നെ ഒരു വീഡിയോ ഈ പാസ്ത എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം. ബട്ട് ഞാൻ പറഞ്ഞ പോലെ വളരെ ഫാസ്റ്റായിട്ട് ഒരു 10-15 മിനിറ്റിൽ നമുക്ക് പണി തീരുന്ന ഒരു കാര്യമാണ്. കുറച്ച് മതി കഴിക്കുക. നൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഓൾറെഡി ടേസ്റ്റ് നോക്കി. നന്നായിട്ടുണ്ട്. വെറൈറ്റീസ് ആണ്. ഇനി നമുക്ക് കുറച്ച് ഇരുട്ടത്തുള്ള വീഡിയോ കാണാം കേട്ടോ. ഇത് ഞങ്ങൾ ഷൂട്ടിംഗ് സ്റ്റാർ നോക്കിയിരുന്നപ്പം ഞാനെടുത്ത വീഡിയോയാണ്. പുറത്ത് വെള്ളമൊക്കെ വീഴുന്ന ഒച്ച കേൾക്കാം. ഇതൊരു ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാർട്ടായിരുന്നു നമ്മുടെ സ്റ്റേയിലെ. എങ്ങനെയുണ്ടായിരുന്നു സ്വിസ്സിൽ ഡ്രൈവ് ചെയ്തിട്ട്? നാരോ റോഡ്സ് ബട്ട് ഗുഡ്. പിന്നെ പീസ്ഫുൾ ഡ്രൈവിംഗ്. വലിയ ഡിഫറൻസ് ഇല്ല. വലിയ ഡിഫറൻസ് ഇല്ല. ഓൺലി ഡിഫറൻസ് ഉണ്ട്. the signs are much clear actually. ജർമ്മനി കമ്പയർ ചെയ്യുമ്പോൾ മഞ്ഞ് വീണ് ചെളിയൊക്കെ പോയി ക്ലീൻ ആയിരിക്കും. നാരോ ആണ്. മാത്രമല്ല എനിക്ക് സീബ്ര ക്രോസിംഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സിഗ്നൽ ഒന്നും വെയിറ്റ് ചെയ്യണ്ട, ജസ്റ്റ് പോകുന്നു വരുന്നു. ജർമ്മനിയിൽ കൂടുതലും നമ്മൾ സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നാളത്തെ പ്ലാൻ നാളെ ലോയ്ഷ്യ ബ്രൂൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോകണം. ഓൾസോ ഗ്രിൻഡൽവാൾഡ്. മോസ്റ്റ്ലി സൈറ്റ് സീയിങ്. ദാറ്റ്സ് ഇറ്റ്. പിന്നെ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോകണം. ഒരു വൈകുന്നേരം ഒരു 3 മണി 4 മണി ആകുമ്പോൾ. പിന്നെ അവൻ്റെ കൂടെ ക്രിസ്മസ് മാർക്കറ്റ് പോകാന്നാ പറഞ്ഞത്. അപ്പോൾ റോസിനുള്ളൊരു പ്രസന്റ് ഉണ്ട്. അതെന്താന്ന് ഞാനിപ്പം പറഞ്ഞത്. എനിക്കൊരു പ്രസന്റ് ഉണ്ട് പോലും. ഓക്കെ, അപ്പം ഇപ്പം കിടക്കാൻ പോവാണ്. ഇന്നത്തെ വീഡിയോ അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. ഗുഡ് നൈറ്റ്. ഈ സാധനം കുടിച്ച് തീർന്നത് എന്തോരം കുടിച്ചാലേ തീരുന്നേ? വെള്ളം കുടിക്കുന്ന പോലെ ഉണ്ട്. എനിക്ക് സ്പാർക്ലിംഗ് വാട്ടർ ആക്ച്വലി എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഗുഡ് നൈറ്റ്. ബൈ ബൈ. പറ, ബൈ ബൈ. സന്തോഷത്തോടെ പറ. ബൈ ബൈ.